ശ്രീ പോൾ മാൻവട്ടം കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പോൾ മാൻവട്ടം, ഇവിടെ ഇതാ ഈ പാലക്കാട് ഡിവിഷൻ വലിയ വരുമാനമുണ്ടായിരുന്ന ഡിവിഷനാണ്. അത് യാത്രക്കാരുടെ എണ്ണം കൊണ്ടും ഒപ്പം ചരക്ക് നീക്കം കൊണ്ടും ഇത് രണ്ടും വലിയ തോതിൽ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഡിവിഷൻ വിഭജനം എന്നത് കേരളത്തിനൊട്ടാകെ കനത്ത തിരിച്ചടിയായി മാറുകയല്ലേ? തീർച്ചയായിട്ടും ഏറെ വേദനയോടെയും പ്രതിഷേധത്തോടെയും മാത്രം ശ്രമിച്ച ഒരു വാർത്തയാണ് പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് മൈസൂർ ഡിവിഷനിലേക്ക് ചേർക്കുക എന്നുള്ളത്. റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഭാഷാപരമായോ പ്രാദേശികമായോ സംസ്ഥാന തലത്തിലോ രൂപീകരിക്കുന്ന ഒന്നല്ല ഡിവിഷനുകൾ. എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുകയാണ്. പാലക്കാട് ഡിവിഷൻ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് സേലം ഡിവിഷൻ തമിഴ്നാട് സഹമന്ത്രിയായിരുന്ന 2007 കാലഘട്ടത്തിലുണ്ടായി. ഇപ്പോൾ 1247 കിലോമീറ്റർ ഉണ്ടായിരുന്ന പാലക്കാട് ഡിവിഷൻ 570 കിലോമീറ്ററോളം റൂട്ട് മാറ്റിക്കൊണ്ടാണ് നമ്മൾ പാലക്കാട് ഡിവിഷൻ ഇപ്പം നിലനിൽക്കുന്നത്. ആ ഡിവിഷനെ വീണ്ടും അതിന്റെ ഏറ്റവും വരുമാനമുള്ള മംഗലാപുരവും അതിനു മുമ്പ് കോയമ്പത്തൂരും ഈറോഡും സേലവും എല്ലാം നഷ്ടപ്പെട്ടത് വലിയ ഒരു നഷ്ടം തന്നെയാണ്. ഏതാണ്ട് നമ്മളെ സംബന്ധിച്ചോളം ഒരു വർഷം 1100 കോടി രൂപ വരുമാനമുള്ള പാലക്കാട് ഡിവിഷനെ സംബന്ധിച്ചോളം പ്രതിദിനം വരുന്ന നഷ്ടം വളരെ വലുതാണ്. റിസർവേഷൻ ട്രെയിനിന്റെ കാര്യം, പ്രശസ്തമായ പല മലബാർ എക്സ്പ്രസ്, പരശുരാമ എക്സ്പ്രസ് പോലെയുള്ള ട്രെയിനുകൾ, ഇതിന്റെ എല്ലാം സ്ഥാനമാറ്റം തന്നെ, ഡിവിഷൻ മാറ്റം തന്നെ നമ്മളെ കഷ്ടപ്പെടുത്തും. റിസർവേഷൻ സൗകര്യം വളരെ വേദനാജനകമാക്കി തീർക്കും. നമ്മൾ ആവശ്യപ്പെട്ടത് പെൻസിലാർ സോൺ എന്നുള്ളൊരാവശ്യമായിരുന്നു. പാലക്കാട് തിരുവനന്തപുരം മംഗലാപുരം കൂട്ടിച്ചേർത്ത് പെൻസിലാർ സോൺ എന്നുള്ള നല്ല ഒരു ആശയം കൊണ്ടുവന്നപ്പോൾ അത് സാധിച്ചു തന്നില്ല എന്ന് മാത്രമല്ല, കേരള ജനതയോട് ചെയ്ത ഏറ്റവും വലിയ കഠിനമായ തീർച്ചയായിട്ടും കേരള ജനതയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു തീരുമാനമാണ് ഇന്ത്യൻ റെയിൽവേ എടുത്തത്. ഇന്ത്യൻ റെയിൽവേയിൽ നിന്നും വളരെ നല്ല കാര്യങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തിന് വേണ്ടിയും റെയിൽവേയുടെ വികസനത്തിനു വേണ്ടിയും വളരെ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ തിക്താനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 1. 2, ഇത്തരത്തിൽ ഡിവിഷനുകൾ ചെറുതാക്കി കൊണ്ടുവന്നാൽ കേരളത്തിന്റെ റെയിൽവേ വികസനം തന്നെ ഇല്ലാതായി തീരും. ഇനി വരാൻ പോകുന്നത് നാഗർകോവിലോ കന്യാകുമാരിയോ ഞാനതിനെ തരം താഴ്ത്തി കാണുന്നില്ല. കന്യാകുമാരിയോ മധുര ഡിവിഷന്റെ ഏതെങ്കിലും ഭാഗമോ ഒക്കെ മാറിക്കൊണ്ട് പ്രാദേശിക തലത്തിലേക്ക് ഇന്ത്യൻ റെയിൽവേ അധപ്പതിപ്പിക്കുവാൻ ആ ഇന്ത്യൻ റെയിൽവേയുടെ മഹത്വത്തിൽ നിന്നും പിന്മാറരുത് എന്നുള്ളൊരാവശ്യവും 1956 ആരംഭിച്ച പാലക്കാട് ഒലവക്കോട് ഡിവിഷൻ അതിന്റെ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂർ തിരൂർ എന്ന് അഭിമാനിക്കുന്ന കേരള ജനത ഇന്ന് ഈ വന്നിരിക്കുന്ന നഷ്ടം ഒരു കാരണവശാലും സമ്മതിക്കുവാൻ പാടില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും വ്യോമയാന മന്ത്രിയും നമുക്ക് സീപ്ലെയിനും എയർപോർട്ടുകളും തുറമുഖ സൗകര്യവും വാഗ്ദാനം ചെയ്തുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ച് സഫലീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് സാധാരണക്കാരുടെ അതുപോലെ തന്നെ ലക്ഷക്കണക്കായ പ്രതിദിന യാത്രക്കാരുടെ ആ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറ്റുകയാണ്. ഇത് എന്തിനു വേണ്ടി? പ്രാദേശിക തലത്തിലല്ല, ഭാഷാപരമായല്ല ഇന്ത്യൻ റെയിൽവേ ഡിവിഷനുകൾ രൂപീകരിക്കുന്നതെങ്കിൽ എന്തിന് ഇത്തരത്തിലുള്ള ഒരു മാറ്റം വരുന്നു? ഇത് ജനപ്രതിനിധികൾ പോലും അറിഞ്ഞിട്ടില്ല, കേരള ഗവൺമെന്റ് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറെ കഷ്ടമാണ്. നമ്മൾ ഈ തീരുമാനത്തിൽ പ്രതിഷേധിക്കും. സേലം ഡിവിഷനെ പറ്റി പ്രതിഷേധിച്ചു, ഒന്നും നമുക്ക് അവർ അനുവദിച്ചു തന്നില്ല എന്ന് പറഞ്ഞ് ജീവൻ മരണ പോരാട്ടം നടത്താനില്ല. ഏറ്റവും മഹത്തരമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി അടിയന്തിരമായി ഇടപെട്ട് ഈ തീരുമാനത്തിന് കേരള ജനതയോട് സ്നേഹം പ്രകടിപ്പിക്കണമെന്നുള്ളതാണ് ഓൾ കേരള റെയിൽവേസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ളതിൽ എനിക്ക് ആദ്യമേ പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ പോൾ ഞങ്ങളോട് പ്രതികരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.